അപ്പോൾ ഇതാണ് ഇന്നത്തെ വണ്ടർഫുള്ളായിട്ടുള്ള ഒരു ഹെൽത്തി ഡെസേർട്ട്. ഇതിൽ എഗ്ഗില്ല, ഷുഗറില്ല, കണ്ടൻസ്ഡ് മിൽക്കില്ല, അങ്ങനെയുള്ള യാതൊരു സ്വീറ്റൻഡ് ആയിട്ടുള്ള സാധനങ്ങളുമില്ല. നാച്ചുറൽ ആയിട്ടുള്ള സ്വീറ്റ്നർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനെയുള്ള ഈസി, ക്വിക്ക് ആൻഡ് ഹെൽത്തി റെസിപ്പീസാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നോക്കി എൻ്റെ ഡെസേർട്ട് ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. സൂപ്പർ സൂപ്പർ. ഹലോ ഗായ്സ്, ഇന്നത്തെ റെസിപ്പി ഒരു ഡെസേർട്ടിൻ്റെയാണ്. നമുക്കെല്ലാവർക്കും ഡെസേർട്ട് കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ അതിന് ഷുഗർ ആണല്ലോ എന്ന് ഓർത്ത് നമ്മളെല്ലാം അത് അവോയ്ഡ് ചെയ്യും. കാരണം പറഞ്ഞാൽ ഷുഗർ കഴിക്കുന്നത് കൊള്ളില്ല എന്ന് എല്ലാവർക്കും അറിയാം. വെയിറ്റ് ലോസിനും എല്ലാം ഷുഗർ കഴിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അപ്പം ഞാൻ ഇന്ന് ഒരു ഡെസേർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഒൺലി നാച്ചുറൽ ഷുഗർ, അതായത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പം ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. നമ്മുടെ ഓവറോൾ ഹെൽത്തിന് നല്ലതാണ്, ആൻറ്റി ഏജിങ് ആണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡെസേർട്ട്. അപ്പം നമ്മൾ കുട്ടികളാണെങ്കിലും മധുരം ഇഷ്ടമുള്ള കുട്ടികളൊക്കെ ഇല്ലേ, അപ്പോൾ അവർക്കൊക്കെ ഹെൽത്തി ആയിട്ട് ഡെസേർട്ട് ഉണ്ടാക്കി കൊടുത്താൽ അവർ നമ്മുടെ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഐസ്ക്രീമോ അങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ സാധനങ്ങളുടെ പുറകെ പോവാതെ നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കി നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. വെരി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് യോഗട്ട് വേണം, പീനട്ട് ബട്ടർ വേണം, കൊക്കോ പൗഡർ, പിന്നെ ഒരു പഴം. ഇത് അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ പീനട്ട് ബട്ടറിലും ഷുഗർ ഒന്നും ഉള്ളതല്ല. അപ്പം ഷുഗറുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയാൻ ഒന്നുമില്ല. ആകെ ബനാനയുടെ സ്വീറ്റ്നെസ്സാണ് ഇതിനുള്ളത്. വെരി ഹെൽത്തിയാണ്. ഞാനത് ഉണ്ടാക്കണേ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ബനാനയാണ്, അതായത് പഴം. ഇത് റോബസ്റ്റ പഴമാണ്. ഇത് നല്ല പഴുത്ത പഴമാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മധുരമുള്ളതാണ്. അപ്പോൾ ഒരു പഴം എല്ലാവർക്കും ഒരു ദിവസം കഴിക്കാവുന്നതാണ്. ഏത് ഷുഗറുള്ളവർക്കും ഒരു പഴം കഴിക്കാമെന്നല്ലേ പറയണത്. അപ്പം ഞാനിത് മാഷ് ചെയ്ത് ഒരു പേസ്റ്റ് പോലെ ആക്കുക കേട്ടോ. ബനാന റിച്ച് ഇൻ ഫൈബറാണ്, അതുപോലെ തന്നെ ലോട്ട് ഓഫ് പൊട്ടാസ്യം ഉണ്ട്. അത് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് നമ്മുടെ ഈ പഴം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുത്തിട്ട് ഇനി നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാനുണ്ട്. അടുത്തതായിട്ട് 2 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടറാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ പീനട്ട് ബട്ടറിൽ ഷുഗർ ഉള്ളതല്ല. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ, അതെല്ലാവരും ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ പീനട്ട് ബട്ടറിലാണെങ്കിൽ ഫൈബറുണ്ട്, അതുപോലെ തന്നെ പ്രോട്ടീനും ഉണ്ട്, കൂടാതെ തന്നെ ഹെൽത്തി ഫാറ്റും ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടങ്ങ് പേസ്റ്റ് പോലെ മിക്സാക്കി എടുക്കുവാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ മിക്സായിട്ടുണ്ട്. ഇനി ഞാനിതൊരു ഗ്ലാസ് പാത്രത്തിലേക്ക് അങ്ങ് മാറ്റിയിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് സെറ്റായിട്ട് വരും. അപ്പോൾ ഞാനിത് ഇതുപോലെ ഒന്ന് മാറ്റി ഞാനൊന്ന് ലെവൽ ചെയ്തിട്ട് ഇത് ഞാൻ ആ ഫ്രിഡ്ജിൽ ഒന്ന് എടുത്ത് വെക്കുവാണ്. അപ്പോൾ ഇതൊന്ന് തണുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ടോപ്പിങ്സ് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഇത് ഫ്രിഡ്ജിൽ വെക്കട്ടെ. അപ്പോൾ ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് യോഗട്ടാണ്. ഇത് 3 ടേബിൾ സ്പൂൺ യോഗട്ടാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡർ, അത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. നമ്മുടെ ഇതിൻ്റെ ടോപ്പിങ്സിന് വേണ്ടിയാണ്. കൊക്കോ പൗഡറിന് ഒരു ചെറിയ കയ്പ്പൊക്കെ ഉണ്ട്. അപ്പം കയ്പ്പ് ഇഷ്ടമുള്ളവർക്ക് ഇതിങ്ങനെ തന്നെ യൂസ് ചെയ്യാം. അപ്പം കുറച്ച് മധുരം കൂടെ വേണമെന്നുള്ളവർക്ക് ഞാൻ 2 ഡേറ്റ്സ്, ഒരു 3-4 ഡേറ്റ്സ് എടുത്തിട്ട് അത് കുറച്ച് നമ്മുടെ വാൾനട്ട് ഒരു 4 എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേ കൊക്കോ പൗഡറും നമ്മുടെ യോഗട്ടും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. കൊക്കോ പൗഡർ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതാണ്, അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റുമാണ്. ഇതിൻ്റെ അകത്ത് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസും ഉണ്ട്.
നമ്മൾ കൊക്കോ പൗഡർ കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിനൊക്കെ ഒത്തിരി നല്ലതാണ്. ബ്ലഡ് ഷുഗർ, ബ്ലഡ് പ്രഷറും ഒക്കെ കുറയാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഏതാണ്ട് ശരിയായിട്ടുണ്ട്. ഇനി ഞാൻ ഒരു 3-4 ഡേറ്റ്സാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ 4-5 വാൾനട്ടും എടുത്തിട്ടുണ്ട്. അപ്പം ഡേറ്റ്സ് ഷുഗർ കൂടുതലാണെന്ന് തോന്നുന്നവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ച് ക്രഷ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ കൂടെ അങ്ങ് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ കൊക്കോ പൗഡറിൻ്റെ ആ കയ്പ്പ് ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ എനിക്കത് കുഴപ്പമില്ല. എന്നാലും ഞാനിത് ഒന്ന് ഡേറ്റ്സും കൂടെ ഇടുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണല്ലോ, നല്ലൊരു ടേസ്റ്റും കിട്ടും, നല്ല ഹെൽത്തിയുമാണ്, റിച്ച് ഇൻ അയൺ ആണല്ലോ. അതുപോലെ തന്നെ വാൾനട്ടും നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനും മെമ്മറിക്കും ഒക്കെ ഒത്തിരി നല്ലതാണ്. അപ്പോൾ വാൾനട്ടും കൂടി അങ്ങ് ആഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ ടോപ്പിങ്സ് ഒക്കെ റെഡിയായി. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചേക്കുന്ന നമ്മുടെ തണുത്തിരിക്കുന്ന ആ പീനട്ട് ബട്ടറും ബനാനയും കൂടെ മിക്സ് ചെയ്ത മിക്സ് ഞാൻ പുറത്തേക്ക് എടുക്കുവാണ്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ഈ കൊക്കോയുടെ ടോപ്പിങ്സ് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഡേറ്റ്സ് ഒക്കെ ഇട്ടതോടുകൂടി കൊക്കോയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വന്നിട്ടുണ്ട്, നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ മിക്സായി. ഇനി ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ ഇതിന് നല്ലൊരു കൺസിസ്റ്റൻസി കിട്ടുകയും ചെയ്യും, നമ്മുടെ ഡെസേർട്ടിന് ചെറിയൊരു തിക്നെസ്സും കിട്ടും. അപ്പം ഞാനിത് നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചേക്കുന്ന ആ പീനട്ട് ബട്ടറിൻ്റെ മിക്സിലേക്ക് മുകളിലോട്ട് ഒരു സ്പാച്ചില വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ മുകളിലോട്ട് തീർന്ന് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പം രണ്ടും കൂടെ മിക്സ് ആവില്ല, ഇതൊരു ടോപ്പിംഗ് പോലെ മുകളിലേക്കെടുക്കുകയുള്ളൂ. അപ്പോൾ അത് ഇതൊന്ന് സ്പ്രെഡ് ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഡെസേർട്ട്, ചോക്ലേറ്റ് ആൻഡ് പീനട്ട് ബട്ടർ ഡെസേർട്ട് ഏതാണ്ട് റെഡിയായി. ഇനി ഇതൊന്ന് തണുക്കണം ഫ്രിഡ്ജിൽ വെച്ച്. അപ്പോൾ ഇത് ഞാൻ നല്ല രീതിയിലൊന്ന് സ്പ്രെഡ് ആക്കട്ടെ. അപ്പോൾ എങ്ങനെയുണ്ട്, ഇതെങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ഹെൽത്തി അല്ലേ? എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമുക്ക് ചോക്ലേറ്റിനൊക്കെ പകരം ഇത് കഴിക്കാവുന്നതാണ്. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷനല്ലേ ചോക്ലേറ്റിന് പകരമായിട്ട്. കുട്ടികളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചോക്ലേറ്റിന് പകരം ഇങ്ങനെ ഒരു ഡെസേർട്ട് ഉണ്ടാക്കി കൊടുക്കൂ. ഒത്തിരി ഷുഗറൊന്നും ഇല്ലല്ലോ, നമ്മുടെ ബനാനയുടെ ഷുഗറല്ലേ ഇതിനകത്തുള്ളൂ. പിന്നെ ഡേറ്റ്സ് ഉണ്ട്, വാൾനട്ടുണ്ട്, പീനട്ടുണ്ട്, ഇതെല്ലാം ഹെൽത്തിയാണല്ലോ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പഴമുണ്ടെന്നൊന്നും ആരും പറയില്ല ഇത് കഴിച്ച് നോക്കുമ്പോൾ. നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റുമാണ് ഇതിന്. അപ്പോൾ ഇതിനകത്ത് നോ ഷുഗർ, നോ കണ്ടൻസ്ഡ് മിൽക്ക്, നോ ക്രീം, അങ്ങനെയുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് പീനട്ടും കൂടി ഒരു ഡെക്കറേഷന് വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം അതും കൂടെ വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുവാണ്. ഫ്രിഡ്ജിലിരുന്ന് ഒന്ന് നന്നായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞിട്ടാണ് ഇത് കഴിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ ഒരു ഡെസേർട്ട് ഒന്ന് പരീക്ഷിക്കുക, സക്സസ് ആവും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇതിന് വലിയ കഷ്ടപ്പാടൊന്നുമില്ല. കുറച്ച് യോഗട്ടൊക്കെ അല്ലേ ഉള്ളൂ, പീനട്ടൊക്കെ എല്ലാവരുടെയും വീട്ടിലുള്ളതല്ലേ പീനട്ട് ബട്ടറൊക്കെ. അപ്പം എങ്ങനെയുണ്ട് ഈ റെസിപ്പി? ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒരു കമൻ്റ് ഇട്ട് ഈ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞാനിങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ക്വിക്ക് ആൻഡ് ഈസി ആയിട്ടുള്ള റെസിപ്പികളാണ് എപ്പോഴും ഇടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള റെസിപ്പികൾ ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾ എൻ്റെ ഈ ചാനൽ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ ഡെസേർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തിട്ട് ഒരു കമൻ്റ് ഒക്കെ ഇടണേ. ഓക്കെ, താങ്ക് യു.